ചോദിക്കട്ടെ, നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ പ്രോപ്പർ റിസൾട്ട് ഒരാൾക്ക് കിട്ടാൻ 10 മുതൽ 15 വർഷം വരെ എടുക്കാം. അപ്പോൾ ഈ 60-65 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് എന്ത് ബെനിഫിറ്റ്സ് ആക്ച്വലി കിട്ടുക? അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടാവല്ലോ, അവരൊക്കെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആവുമെന്ന് തോന്നുന്നു? അങ്ങനെ ചോദിച്ചാൽ ഇത് ഉത്തരം കുറച്ച് നീണ്ടുപോകും. വേറെ ഒന്നും അല്ല കേട്ടോ, പറഞ്ഞോട്ടെ. ശരി. അതായത് നമ്മുടെ മനുഷ്യൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ചോദ്യം ഉണ്ടായി ചോദിക്കാൻ പോണേ. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അല്ല, ഇത് മൂന്നുമാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യം. പക്ഷേ ഇപ്പോൾ വേറെ ഈ ഭക്ഷണത്തിൽ തന്നെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നമുക്ക് 4 ആക്കി തിരിക്കാന്നാണ് പറഞ്ഞത്. അതായത് ഈ ഭക്ഷണത്തെ 4 തരത്തിൽ, ഈ വസ്ത്രത്തെ 4 തരത്തിൽ, ഈ പാർപ്പിടത്തെ 4 തരത്തിൽ 4 ആക്കി തിരിക്കുമ്പോൾ അതിലേറ്റവും ലോ ലെവലിൽ വരുന്നതാണ് ബേസിക് നീഡ്സ് എന്ന് പറയും. മനുഷ്യന്മാരെ 4 ആക്കി തിരിക്കുകയാണ്, 4 തട്ടാണ്. അപ്പോൾ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീടുണ്ട്, ഒരു 500-600 സ്ക്വയർ ഫീറ്റ്. വസ്ത്രമുണ്ട്, സാധാരണ രീതിയിൽ വസ്ത്രം. അതിനെ ഒരു നോർമൽ രീതിയിൽ ജീവിക്കുന്ന സാധാരണക്കാർ. അപ്പോൾ ഇവരെ വിളിക്കുന്ന ആ ലൈഫ് സ്റ്റൈലിനെ വിളിക്കുന്ന ബേസിക് നീഡ്സ് മാത്രം. അവർക്ക് അതേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകൾ. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയും. ഇത് അവർക്കൊരു വീടുണ്ടാവും, 1500-2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായേക്കാം. ഒരു കാറ്, പേരിന് മാരുതിയോ സ്വിഫ്റ്റോ അങ്ങനത്തെ പോലത്തെ ഒരു കാറ്. ഭക്ഷണം, ഒരു മിഡിൽ ആയിട്ടുള്ള ഭക്ഷണം, അതേപോലത്തെ ഡ്രസ്സ്. ഇത് നോർമലി ഗവൺമെൻറ് എംപ്ലോയീസാണ് കൂടുതലും ഈ കാറ്റഗറി വരുന്നത്. ഓക്കെ, മറ്റേത് സാധാരണക്കാർ. ഇതൊരു വേണമെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയാം. അപ്പോൾ ഇത് ആദ്യത്തെ ബേസിക്കും രണ്ടാമത്തത് സെക്യൂരിറ്റിയും. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ നോക്കും, നിങ്ങളെവിടെ നിന്ന് ചിന്തിച്ചോളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്തതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയും. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇവർക്ക് ഒരു 2000-3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും. കാറെന്ന് പറയുമ്പോൾ 4 ചക്രം തന്നെ ആയിരിക്കും, പക്ഷേ അത് പ്രീമിയം കാറായിരിക്കും. ബെൻസോ, BMW, ഓഡി അങ്ങനത്തെ കാറുകളായിരിക്കും. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാലോ ഒരു നല്ല സ്റ്റാർ, നല്ല ഒരു പ്രീമിയം ഫുഡ് എന്ന് തന്നെ പറയാം. വസ്ത്രമാണെങ്കിലോ പ്രീമിയം ബ്രാൻഡഡ് ഡ്രസ്സുകൾ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയും. ഒരുപാട് കാശുണ്ടോ? പൈസയുണ്ട്. ഇനി അടുത്തത് എന്താണ് ചിന്താന്ന് ചോദിച്ചാൽ പ്രകൃതി, പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറയാം. ഇപ്പം ആ ഗണത്തിൽ ഇവരെ വേറെ ഒന്നുമില്ല, പൈസ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവർ ഏറ്റവും കൂടുതൽ ചാരിറ്റി അല്ലേ, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം, ദൈവത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്താം. ഇതിൽ പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ യൂസഫ് അലിക്ക, കൊച്ചൗസഫ് ചിറ്റൽപ്പള്ളി അല്ലെ, ഇങ്ങനെ കുറേ ആളുകൾ ആ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളിപ്പോൾ എവിടെ അല്ലേ? ബേസിക്കിലാണോ, സെക്യൂരിറ്റിയിലാണോ, എസ്റ്റീമിലാണോ, സെൽഫ് ആക്ച്വലൈസേഷനാണോ അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾക്കും ഇതേപോലെ ഒരു പ്രീമിയം കാറ് വാങ്ങണോ, അതല്ലെങ്കിൽ യൂസഫ് അലിക്കാരെ പോലെ ഹെലികോപ്റ്ററൊക്കെ വാങ്ങണമെങ്കിൽ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കും ഒരു സമ്പന്നനാകണം എന്ന് പറയണം. പൈസ ഉണ്ടാക്കിയ പോരാ. ഇവിടെ പണവും സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ആളുകളാണ് ഈ ബേസിക് നീഡ്സിനും സെക്യൂരിറ്റി നീഡ്സുള്ള ആളുകൾ. ഇവർക്ക് എന്താണ് പണമെന്നും എന്താണ് സമ്പത്തും എന്നുള്ള ഡിഫറൻസ് അറിയില്ല. പണം ഉണ്ടാക്കുന്നുണ്ട്, ഈ ഉണ്ടാക്കിയ പണത്തെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മണി തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ, അതായത് മേക്ക് മണി, പൈസ ഉണ്ടാക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയിൽ 2 സാധനം മിക്ക ആളുകളും പഠിച്ചിട്ടില്ല. എനിക്കും അറിഞ്ഞൂടായിരുന്നു കേട്ടോ കഴിഞ്ഞ 22 കൊല്ലം. ഓക്കെ, ഞാനിത് കൊറോണ സമയത്ത് പഠിച്ചെടുത്തതാണ്. ഉണ്ടാക്കിയ പൈസയെ നമ്മൾ നേരിട്ട് ചിലവാക്കാതെ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. കുറച്ച് പൈസ എടുത്ത് ഇൻവെസ്റ്റും ചെയ്യണം. അപ്പോൾ ഈ സേവ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടൈം ആയിരിക്കും. അതാണ് സേവിങ്സ്. അതും മിക്ക ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. എന്താണ് സേവിങ്സ്? സേവിങ്സ് എന്ന് വെച്ചാൽ ലോങ് ടൈം, 10 to 15 years. അതിൽ നിന്ന് കിട്ടുന്ന ഹൈ റിട്ടേൺ ആയിരിക്കും നമുക്ക് സേവിങ്സിൽ നിന്ന് കിട്ടുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് ലാഭം കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ ബിസിനസ്സിലൊക്കെയാണ് പെട്ടെന്ന് ലാഭം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ. പക്ഷേ സാധാരണക്കാർ എന്താ ചെയ്യുക? അവിടെ മേക്ക് മണി, സ്പെൻഡ് മണി. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഈ എസ്റ്റീം നീഡ്സിലുള്ളവരും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലുള്ളവരും ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കുകയും ചെയ്യും, ആ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കും. ക്ലിയർ ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ.
നമ്മൾ ഉണ്ടാക്കുന്ന പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കണം. ആ പണിയെടുപ്പിക്കലാണ് നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സാൻഡൽവുഡ് പ്രൊജക്ട് എന്ന് വെച്ചാൽ. കാരണം നമ്മൾക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തണ്ടേ, അല്ലേ? ദൈവവിശ്വാസികളാണല്ലോ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോടീശ്വരനാവണം. അപ്പോൾ നോക്കാം എങ്ങനെ. ഓക്കെ, അപ്പോൾ അതിൽ ഒരു വെൽത്ത് ട്രയാങ്കിൾ ഞാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ വെൽത്ത് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പന്നനാകാൻ 3 വഴികളുണ്ട്. അറിയോ താങ്കൾക്ക്? എനിക്കറിയില്ല. അറിയില്ല. ഓക്കെ. അതായത് സമ്പന്നനാകാൻ 3 വഴികൾ എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്കൊരു ഹൈ ഇൻകം സ്കില്ലുള്ള ഒരു ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ ഹൈ ഇൻകം സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ അല്ല ജോലിയോ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് താങ്കൾക്ക് 10 ലക്ഷം ഒരു മാസം മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ താങ്കൾക്ക് സമ്പന്നനാകാം. ക്ലിയർ ആയോ? 10 ലക്ഷം രൂപ താങ്കൾ ഒരു മാസം മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെക്കുന്നത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവരാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവർ ഇപ്പോൾ നമുക്കറിയാം, ഫിലിം ഫീൽഡ്, പാട്ടുകാർ, ഇപ്പോൾ ചിത്ര അല്ലേ, ഒരു മാസം 10 ലക്ഷം രൂപ മേലെ അല്ലേ, അവരെന്താ ചെയ്ത്? ബിസിനസ് അല്ല, അവർ പാട്ട് സ്വന്തം ഉള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് പൈസ ഉണ്ടാക്കി. യേശുദാസ് ഇപ്പം ഇന്ന ആൾ എല്ലാം സെറ്റായി UK മക്കളായിട്ട് എൻജോയ് ചെയ്യണം. ഇപ്പം കഴിഞ്ഞ ദിവസം വിജയ് യേശുദാസിനെ ഇപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടെ UK എന്താ പറഞ്ഞു, മക്കളെ കളിപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. കാരണം എന്താ, ഒരു ഹൈ ഇൻകം സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇന്ന് അദ്ദേഹം സേഫായി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ദേവസ്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അറിയാലോ, മറ്റേ കീബോർഡ് അല്ല, എൻ്റെ പേരതല്ല, സ്റ്റേജ് ഷോയ്ക്ക് വരുന്നു, 2 മണിക്കൂർ നിന്ന് പെർഫോം ചെയ്യുന്നു, ഒരു പ്രോഗ്രാം 5 ലക്ഷം രൂപ, മാസത്തിൽ എത്ര 10 പ്രോഗ്രാം മിനിമം ചെയ്യുന്നുണ്ട് എൻ്റെ നോട്ടത്തിൽ. അപ്പോൾ എത്രയായി? 50 ലക്ഷം രൂപ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമ്പന്നനാകാം. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1. അതിന് പറ്റിയില്ലെങ്കിലോ, രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്കൊരു സ്കെയിലബിൾ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് നമ്മളില്ലെങ്കിലും നമ്മളെ പ്രസൻസ് ഇല്ലെങ്കിലും 10 ലക്ഷം രൂപ ബിസിനസ്സിന് കിട്ടണം. ഓക്കെ, 10 ലക്ഷം രൂപ എല്ലാ മാസവും എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ എനിക്ക് മാറ്റി വെക്കാനായിട്ട് ഒരു 10 ലക്ഷം എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടണം. ആ കാറ്റഗറി പെടുന്നതാണ് ജെഫ് ബെസോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ രവി പിള്ള ആയിക്കോട്ടെ, അംബാനി, യൂസഫ് അലി, ഇതൊക്കെ ഇവർ ഈ ഗണത്തിൽ പെടുന്നവരാണ്. അപ്പോൾ താങ്കൾക്ക് സമ്പന്നനാകാൻ എന്ത് ചെയ്യാം? ഒരു അതാണ് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് 10 ലക്ഷം ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ ചെയ്താലും ഒരു സമ്പന്നനാകാം. അപ്പോൾ ഈ ഭൂരിഭാഗം പേർക്കും ഈ രണ്ടും കുറച്ച് ടഫാണ്, അറിയാലോ. പക്ഷേ അവിടെയാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത. അതായത് ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടും സമ്പന്നനാകാം. ഹൈ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ 10% ഒരു വർഷത്തിൽ റിട്ടേൺ കിട്ടണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, അതിന്ന് ഒന്നേ ഉള്ളൂ ഭൂമിയിൽ. അത് ഭൂമി തന്നെയാണ്. ആ ഭൂമിയിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് സാൻഡൽവുഡിൻ്റെ കൾട്ടിവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പന്നനാകാൻ ഏറ്റവും ചെറിയ ലോ ഉള്ള ആളുകൾക്കും ഒരു ചെറിയൊരു പണം ഉണ്ടെങ്കിൽ അവർക്ക് അതിലൂടെ സമ്പന്നനാകാനുള്ള അവസരമാണ് ഞങ്ങൾ ഒരുക്കി വെക്കുന്നത്. പിന്നെ എല്ലാവരുടെ കയ്യിലും പറഞ്ഞ പോലെ അപ്പോൾ ചോദിക്കും, ഞങ്ങൾ 10 ലക്ഷം വേണ്ടേ? അവിടെ ഞങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് EMI സംവിധാനത്തിൽ വിത്തൗട്ട് ഇൻട്രസ്റ്റിലും ഞങ്ങളിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒരു ഹെൽപ്പായിട്ട് മാറുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ വരാൻ കേട്ടോ. അതായത് 60-70 വയസ്സുള്ളവർക്ക് എന്തിനാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട്? 25. കറക്റ്റ്. 25 വയസ്സുള്ള താങ്കളെ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഒരു വയസ്സ് മുതൽ 25 വയസ്സ് വരെ താങ്കളെ സംരക്ഷിച്ചതാരാ? ഒരു 22-23 വരെ മാതാപിതാക്കൾ. കറക്റ്റ് ആണല്ലോ. താങ്കൾ ലക്കാണ്, 23 വയസ്സായിരുന്നു ബാക്കി താങ്കൾ. ഓക്കെ, സാധാരണഗതി സംഭവിക്കുന്നത് 25 വയസ്സ് വരെ നമുക്ക് നമ്മുടെ ജോലി ഒന്ന് സെറ്റാവുന്ന വരെ നമ്മൾ മാതാപിതാക്കളുടെ അണ്ടറിലായിരിക്കുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് താങ്കൾ തുടങ്ങണം സ്വന്തം കാലുമ നിന്നിട്ടൊരു യാത്ര. കല്യാണം കഴിച്ചോ? ഇല്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് താങ്കൾ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിള്ളേരുണ്ടാവുമല്ലോ. പിന്നെ വൈഫിനെ നോക്കണം, കുട്ടികളെ നോക്കണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ പാർപ്പിടം, ഇങ്ങനെ നോക്കി താങ്കൾ ഒരു 35 വർഷം ഒന്ന് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ താങ്കൾക്ക് 60 വയസ്സായി. ഈ 60 വയസ്സ് വരെ താങ്കൾക്ക് എന്തുണ്ട്? ജോലിയുണ്ട്, വരുമാനമുണ്ട്. പക്ഷെ ഉണ്ടാക്കിയ പൈസക്ക് എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും സ്പ്രെഡായി പോകും. അതിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അറിയാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പലതും ഉപയോഗിക്കും. എക്സാമ്പിൾ, കാർ മേടിക്കാം.
ഈ കാറ് മേടിക്കാൻ താങ്കളുടെ ജോലിയൊന്നും ഒരു പക്ഷെ പറ്റുന്നുണ്ടാവില്ല. താങ്കൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും, EMI. അപ്പോൾ കാറ് മേടിക്കുമ്പോൾ അറിയാലോ അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ നല്ലൊരു തുക നമ്മുടെ നഷ്ടം. വീടില്ല, എന്ത് ചെയ്യും? EMI ആയിട്ട് വീട്. മൊബൈൽ ഫോൺ ഒക്കെ EMI ആണ്. ബാങ്കുകാർക്ക് ജീവിക്കണ്ടേ? 35 വയസ്സാകുമ്പോഴത്തേക്കും പിന്നെ താങ്കളുടെ ജീവിതം ലോൺ അടക്കാനായിട്ട് മാറ്റി വെക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, വാളെടുത്തവന് വാളാണ്. പിന്നെ 60 വയസ്സിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം? കഞ്ചാവിന് അഡിക്റ്റ് എന്ന് പറയും. പക്ഷെ അതല്ല കേട്ടോ ഇനി സംഭവിക്കാൻ പോണത്. ഇന്ന് ഒരു ശരാശരി മനുഷ്യന്റെ ലൈഫ് സ്പാൻ, മരണനിരക്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത് 1920 10 കൊല്ലം മുമ്പൊക്കെ 30-35 വയസ്സിലാണ് ഒരു ശരാശരി മരണനിരക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് സയൻസിന്റെ കടന്നുകയറ്റം അല്ലേ, അതും എല്ലാം കൂടെ വന്നപ്പോൾ ഇന്ന് ശരാശരി മരണനിരക്ക് 84-85 എത്തിയിട്ടുണ്ട്. ഓക്കെ, 2030 എത്തുമ്പോഴേക്കും എന്താവും? ഇത് 94-95 ആവും. താങ്കൾക്ക് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, 60 വയസ്സ്, ജോലിയില്ല, മക്കളുടെ കല്യാണം കഴിഞ്ഞ് അവർ ഒരു വഴിക്ക് പോയി, ഭാര്യയുണ്ട്, താങ്കളുണ്ട്, ഉണ്ടാക്കിയ പൈസ ഒക്കെ മക്കൾക്ക് വേണ്ടി ചെലവാക്കി. അപ്പോൾ ഇനി താങ്കൾക്ക് എത്ര കൊല്ലം ജീവിക്കാനുണ്ട്? 95 വയസ്സ് വരെ. 60-ൽ നിന്ന് 35ലേക്ക് എത്രയുണ്ട്? 35 കൊല്ലം ഉണ്ട്. എത്ര കൊല്ലം ജോലി ഉണ്ടായിരുന്നു? 25-ൽ നിന്ന് 60, 35 കൊല്ലം. അതായത് 35 കൊല്ലം ജോലിയുണ്ട്, 35 കൊല്ലം ജോലിയില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ താങ്കൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പകുതി പൈസ മാറ്റി വെക്കണം. എന്തിനാ? അടുത്ത 35. കാരണം എന്താ? അന്ന് വരുമാനം ഇല്ലല്ലോ. പക്ഷെ ഈ 60 വയസ്സിൽ വേറെ ആരും കൂടി ഉണ്ട്, അസുഖങ്ങൾ. ഭാര്യക്കും ഭർത്താവിനും അസുഖങ്ങൾ കൂടും അല്ലേ? അപ്പൊ എന്ത് സംഭവം? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ സാൻഡൽവുഡ് പ്രൊജക്ട്. ക്ലിയർ ആയോ? ഇപ്പൊ 23 വയസ്സല്ലേ അല്ലേ? ഇപ്പൊ 25. അപ്പോൾ 25 വയസ്സിൽ 15 കൊല്ലം പിടിച്ചോ. അപ്പോൾ ഈ 15 കൊല്ലം കഴിയുമ്പോൾ താങ്കൾക്ക് 40ാമത്തെ വയസ്സിൽ ഒരു 3.5-5 കോടി രൂപ കിട്ടിയാൽ പിന്നെ 90 വയസ്സ് 95 വയസ്സ് വരെ ഭാര്യയായിട്ടുണ്ടല്ലോ അല്ലേ? അതായത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് പറയും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് സംഭവിക്കുക, ഒരു കൊല്ലം കഴിഞ്ഞ പിള്ളേരായി, പിന്നെ ഭാര്യ പിള്ളേരായി, അവർ പിന്നാലെ 60 വയസ്സിൽ പിന്നെ കഴിഞ്ഞു അവരെ പഠിപ്പ് അല്ലെ. നമ്മുടെ ഒരു പകുതി സമയം ഒരുക്കുമാണ്. പക്ഷെ ഹസ്ബൻഡായിട്ട് ജീവിക്കാൻ കിട്ടുന്ന സമയം ആഫ്റ്റർ 60 ആണ്. പക്ഷെ ആ സമയത്തോ പല്ല് കൊഴിഞ്ഞ സിംഹ, ആരോഗ്യമില്ല, അസുഖമുണ്ട്, തീരുമാനമാവില്ല. ആ സമയത്തേക്ക് എന്താണ് വിദേശീയർ എന്താ ചെയ്യണേ? അവര് 60 വയസ്സാകുമ്പോൾ എല്ലാം വിറ്റ് പറക്കി അവരുള്ളതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടും അവർക്കുള്ള മാറ്റി വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ കോവളം, മറ്റേ ഗോവ അവർ എൻജോയ് ചെയ്ത് തരും. അതുകൊണ്ടാണ് വിദേശീയർ 95-100 വയസ്സിൽ ജീവിക്കുന്നത്. നമ്മളോ കേരളീയർ അവസ്ഥ ചോദിക്കുക. കേരളീയർ 56 വയസ്സ് ഗവൺമെന്റ് തന്നെ പറയണ്, യു ആർ എക്സ്പയർഡ്, ഇനി നിങ്ങളെ വേണ്ട, ശമ്പളത്തിന്റെ പകുതി പിടിച്ച് അത് കൊടുക്കുക, പെൻഷനായിട്ട് കൊടുക്കാന്ന് പറയും. അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്താ? ഞാൻ എക്സ്പയർ ആയി, ഇനി എന്നെ ആർക്കും വേണ്ട. ഓക്കെ, പിന്നെ ഉന്തിയും തള്ളി കുറച്ച് നാൾ ജീവിച്ചു അല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾക്കതൊക്കെ 60 വയസ്സുള്ള ആൾക്ക് എങ്ങനെ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും? ചോദിച്ചൂടെ? ഞാൻ താങ്കളുടെ ഫാദർ 60 വയസ്സായിട്ട് വിചാരിക്കും. അപ്പോൾ ഈ 60 വയസ്സുള്ള ഫാദർ ഇത് എന്തിനു വാങ്ങണം എന്നാണ് അടുത്ത ചോദ്യം. ഞങ്ങൾ പൊതുവെ പറയുന്നൊരു ഡയലോഗ്, ഒരു സെൻറ്റൻസ് ആണ്, കല്യാണം കഴിഞ്ഞാലാണ് ആൺമക്കളുടെ തനി സ്വഭാവം അറിയാമെന്ന് പറയും. ഇപ്പം അച്ഛനോട് അമ്മയോടൊക്കെ നല്ല സ്നേഹമൊക്കെയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ? അറിയില്ല, താങ്കൾക്ക് അറിയില്ല. നോ ഡിപ്പെൻസ്. അത് 99% ഭാര്യക്കാണ്. ഇല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല. നീ അവൾ ചോദിക്കുക എന്താ പിന്നെ എന്നെ കെട്ടിയത്? അമ്മയോട് ചോദിച്ചിട്ടാണോ? ചോദ്യങ്ങൾ മാറണം അവിടെ നിന്ന്. അല്ലെങ്കിൽ ഇത് ഭാര്യ സമ്മതിക്കില്ല, അല്ലെങ്കിൽ 2ാം കെട്ട് കെട്ടേണ്ടി വരും. ഭാര്യയുടെ എക്സ്പീരിയൻസ് ഇല്ലാതെ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഭാര്യക്കാണ്. പിന്നെ പതുക്കെ സംഭവിക്കാൻ പോണത്, ഇപ്പോൾ ഓണത്തിനും പെരുന്നാളിനും ക്രിസ്മസിനൊക്കെ അമ്മയ്ക്ക് നല്ല സാരി മേടിച്ചു കൊടുത്തിരുന്ന മോൻ പ്രയോറിറ്റി ഭാര്യക്ക് മാറ്റിയിട്ട് ഭാര്യയ്ക്ക് 5000 രൂപയുടെ ചുരിദാറും അമ്മയ്ക്ക് 500 രൂപയുടെ സാരിയും. ഓക്കെ, ഇതിലേക്ക് കാര്യങ്ങളെത്തും അല്ലേ? ഇതേപോലെ ഇത് താങ്കൾ അമ്മയോട് അച്ഛനോട് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ താങ്കൾക്ക് സംഭവിക്കും. കാരണം എന്താ? താങ്കളുടെ മക്കൾ കല്യാണം കഴിക്കും. അപ്പം എന്ത് വേണം? പണ്ട് കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതി. വെറുതെ പറഞ്ഞതല്ലത്. ഓക്കെ, അവിടെ നിന്നാണ് ആ ട്വിസ്റ്റ് വരുന്നത്. അപ്പം അതെന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്യണം. 60ാമത്തെ വയസ്സിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ അവർ പോട്ടെ, എൻ്റെ മക്കൾ അവരെ ഞാൻ വളർത്തി വലുതാക്കി, പിന്നെ അവർ സ്വന്തം കാലം നിൽക്കട്ടെ. ഞാൻ എന്ത് ചെയ്യും? എന്നെ വിശ്വസിച്ച് വന്നവൾ എൻ്റെ ഭാര്യ,
എനിക്ക് ഇവളായിട്ട് 95 വയസ്സ് 35 കൊല്ലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് പറ്റിയ ഏറ്റവും നല്ല പ്രൊജക്റ്റാണ് സാൻഡൽവുഡ്. താങ്കളെ സംബന്ധിച്ച് പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികൾക്ക് ഒരു 15 വയസ്സാകുമ്പോൾ അല്ലേ എന്തായി ഒരു 3-5 കോടി രൂപ കിട്ടിയാൽ അവരെ ഹയർ എഡ്യൂക്കേഷൻ, പെൺകുട്ടിയാണെങ്കിൽ കല്യാണം, വീട് വയ്ക്കാം. ഒരു ഇപ്പം പ്രീമിയം കാർ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഒരു പ്രീമിയം കാർ സ്വപ്നമല്ലേ? അപ്പോൾ ഞങ്ങൾ സാധാരണ പറയാറുണ്ടേ, ഇപ്പോൾ റോട്ടിലൂടെ ഒരു മറ്റേ എന്താ പറയുക മറ്റേ വലിയ സൗണ്ടുള്ള ലംബോർഗിനി, ഒരു ലംബോർഗിനി കാറ് റോട്ടിലൂടെ സ്പീഡിൽ പൊടി പറത്തി പോകണം. അപ്പം നമുക്കിതിൽ 3 തരത്തിൽ നമുക്ക് നമ്മളോട് തന്നെ കമൻറ്റ് പറയാമെന്ന് പറയണം. ഒന്ന് എന്ത് ചോദിക്കാം, സ്പീഡിൽ പോകുമ്പോൾ ഇവന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ റോഡാണോ? ചിലവരങ്ങനെ പറയും. രണ്ടാമത് ചോദിക്കും ഇത് ആർക്ക് വായുവിളി പിടിക്കാൻ പാടെ പോക്കാന്ന് ചോദിക്കും. മൂന്നാമത് വേറെ തരത്തിലെടുക്കാം, ഞാനും വാങ്ങോടെ ഇങ്ങനെ തരണം, എന്നിട്ട് നിന്റെ മുമ്പിൽ കൂടെ ഞാനൊരു വരവുണ്ട ക്ലിക്കത്തിലെ ഇന്നസെന്റ് ഡയലോഗ്. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? വാങ്ങാൻ പറ്റണം, നമ്മുടെ കയ്യിൽ സാധനം വേണ്ടേ. അപ്പോ താങ്കൾ ഇത് ഇങ്ങനെ പ്രൊജക്ട് കയ്യിലുണ്ടെങ്കിലോ 15 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞോടാ, 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ കാണിച്ചു. യെസ്, ഞാൻ കാണിച്ചു തരാടാ, എന്നിട്ട് നിന്റെ മുമ്പിൽ കൂടെ ഞാനൊരു വരവുണ്ടാ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പറയാൻ പറ്റും എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇത് 25 വയസ്സുള്ള ആൾക്കും 40 വയസ്സുള്ള ആൾക്കും 60, 70 വയസ്സ് 80 വയസ്സുള്ളവർ പോട്ടെ, 80 വയസ്സുള്ളവർക്ക് എന്തിനത് ചോദിച്ചൂടെ? ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് തട്ടിപ്പോയാലോ? ചോദിച്ചൂടെ? ചോദിക്കാം. അതിനാണ് അടുത്ത ലിസ്റ്റ്. അതായത് 85 വയസ്സുള്ള ഒരു വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരാൾ, അവരെ സംബന്ധിച്ച് ഒരു വീട്ടിൽ പുല്ല് വരാന്ന് പറയും. എല്ലാം കരുതാം, ചുക്കിനും ചൊണ്ണാമിനും കൊള്ളില്ലാത്തൊരവസ്ഥ. വീട്ടിൽ ആരോടും ഇപ്പം നമ്മുടെ വീട്ടിലെ അമ്മൂമാരെ അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് ചോദിക്കട്ടെ. ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനും അല്ല ഭാരം എന്നാ പറയുക ഇവർ. കാരണം ഇവരെ കൊണ്ടൊരു ഗുണമൊന്നുമില്ല. ഇവരൊക്കെ ദേഷ്യം വരും പെട്ടെന്ന്, തൊട്ടതിനും തോന്നാൻ പഴയ ഒരു മൈൻഡ് സെറ്റും കൂടിയിട്ടാണല്ലോ. ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കൂല. ഇപ്പം താങ്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി പോണെന്ന് ചോദിച്ചാൽ അമ്മൂമ്മയുടെ ഡേറ്റ് ചോദിക്കും, അമ്മോട് ചോദിക്കും. പക്ഷെ അമ്മൂമ്മയുടെ ഡേറ്റ് അമ്മമ്മ കുഴപ്പമില്ലല്ലോ ചോദിക്കില്ല. ഭൂരിഭാഗം ഞാൻ കണ്ടുവരുന്നത് കഥ, താങ്കൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ഒരു വില റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അമ്മൂമ്മയുടെ കയ്യിൽ അസറ്റ് വേണം. അതുണ്ടെങ്കിലോ അമ്മൂമ്മ തട്ടിപ്പോയാൽ എനിക്കുള്ളതാ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ അമ്മൂമ്മനെ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കും. ഇല്ലെങ്കിലോ തലയുടെ ഇതൊന്നുമില്ല. ഈ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക്. അപ്പം എന്ത് ചെയ്യും? അമ്മൂമ്മ വിചാരിക്കണതാ, എന്നെ നല്ല രീതിയിൽ നീ നോക്കിയില്ലെങ്കിൽ ഞാൻ മറ്റേ മോന് കൊടുക്കും, നീ മോന് നോക്കിയില്ലെങ്കിലോ അപ്പുറത്തുള്ള വീട്ടുകാരെ തന്നെ നോക്കാൻ വരുന്നതിന് അവളെ വില എഴുതി കൊടുക്കും. ടാക്ടിക്കൽ മൂവ്. അതെന്താണ്? ഈ 5 സെന്റ് ഭൂമിയിൽ കിട്ടുന്ന ഗുണങ്ങൾ ആലോചിച്ച് നോക്കിയേ. മരിക്കുന്നത് വരെ രാജാവിനെ പോലെ ജീവിക്കുക. അല്ലെങ്കിലോ ഇപ്പൊ പറയും പണക്കാർക്ക് മരിക്കാൻ വരെ ചോയ്സ് എന്താ പറയണത്, പാവപ്പെട്ടവനോ? ഇപ്പോൾ ഭൂരിഭാഗം പേരുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ജനറേഷനൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ജനിച്ചത്. മരിക്കുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരാന്ത കിടന്ന് മരിക്കണം. ജനിച്ചതോ പോട്ടെ, ഇങ്ങനെ പറയണത് നമ്മൾ ജനിച്ചത് ദരിദ്രനായിട്ടാണെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല. പക്ഷേ മരിക്കുന്നത് ദരിദ്രനായിട്ടാണെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ് അല്ലേ? അതേമാതിരി നീ മരിക്കണത് ആസ്ട്രമെഡിസിറ്റി കിടന്നിട്ട് ആ ഒരു IC കിടന്നിട്ടാണെങ്കിലാ രാജാവിനെ പോലെ മരിച്ചുവിടുന്നേ. ആരും എന്ത് വേണം? ദുട്ട് വേണമെങ്കിൽ അല്ലേ? അതിനു വേണ്ടി പ്രൊജക്റ്റ് ഉപയോഗിക്കാന്നേ. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി വയനാട്ടിലെ പ്രോജക്റ്റ് ഓണായി കഴിഞ്ഞു. അപ്പോൾ വയനാട് പോലെ വേറെ കുറച്ച് പ്രോജക്ട്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ്, അതിൻ്റെ നടപടികളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? എല്ലാം പ്രോസസ്സിങ്ങിലാണ്. ഇപ്പോൾ ഇതിൽ ഈ ചന്ദന കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ മണ്ണ് പരിശോധിക്കണം. പിന്നെ അവിടെ വേറെ 2-3 കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ റിസർച്ച് ചെയ്ത് കറക്റ്റാക്കിയിട്ട് നിങ്ങൾ തുടങ്ങുള്ളൂ. ഇപ്പോൾ പ്രസൻ്റ്ലി വയനാടാണ് ഇതിന് ഈ ചന്ദന കൃഷിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയും. കാരണം ഈ ബ്ലാക്ക് സോയിൽ, അതായത് വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് 50 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരു ബ്ലാക്ക് സോയിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കാതിൽ, ഈ കാതിൽ വരണമെങ്കിൽ വളക്കൂറുള്ള മണ്ണ് വേണം, ബ്ലാക്ക് സോയിൽ വേണം. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വയനാട് തന്നെ ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അവിടെ 48 ഏക്കറുള്ള സ്ഥലം ഇപ്പോൾ എടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ അത് വിറ്റ് പോകുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്യും. ബ്ലാക്ക് സോയിലുള്ള വേറെ ഏതെങ്കിലും സ്ഥലങ്ങളായിട്ട് വേറെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതാണ്, അവിടെയാണ് വയനാടിൻ്റെ. അതെ അതെ, യെസ്. നമ്മളില്ലേ ഈ പുഷ്പ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചന്ദനം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പിന്നിൽ ഒരു വലിയൊരു സംഘവും അത് തട്ടിപ്പിക്കാനും വെട്ടിക്കാനും ഒക്കെ ആളുകളും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശത്രുക്കൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ടോ? പ്രസന്റിൽ ഇപ്പോഴില്ല.
പക്ഷേ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് പലരും ചോദിച്ചിരുന്നു വേണോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞില്ല 25 വർഷമായി. ഈ എക്സ്പീരിയൻസ് കൊണ്ട് പറയണ്ട, ബിസിനസ് ലൈക്ക് ആസ് എ ബോക്സിംഗ് എന്ന് പറയാം. ഒരു ഗെയിമാണിത്. ഇതിൽ ബോക്സിങ് എങ്ങനെയാണ്, കൊടുക്കൽ മാത്രമല്ല കിട്ടുമല്ലോ. അപ്പോൾ കൊണ്ടും കൊടുത്തോടെ ഇത്രയും നാളെത്തിയിട്ടുള്ളത്. അതായത് കുറച്ച് ചങ്കൂറ്റം വേണം ബിസിനസ് ചെയ്യേണ്ട, അല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. അത് പലതരത്തിലാണ്. പലതരത്തിൽ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതരത്തിലും നമുക്ക് പ്രതിസന്ധികൾ വരും. അപ്പോൾ ഞാൻ കണക്കാക്കുന്നത്, ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബൗളർ ഉണ്ടെങ്കിലേ ബാറ്റ്സ്മാൻ ഉണ്ടാവുള്ളൂ അല്ലേ, ബൗളർ ഉണ്ടെങ്കിലേ ബാറ്റ്സ്മാൻ ഉള്ളൂ. ആരെങ്കിലും ബോൾ എറിഞ്ഞു കൊടുത്താലേ ബാറ്റ് ചെയ്യാൻ അടിക്കാൻ പറ്റില്ല. അപ്പം നല്ല ബോൾ വന്നാലും നല്ല സിക്സ് അടിക്കാൻ പറ്റുള്ളൂ. അത്ര കണ്ട് സ്പീഡിൽ എറിയുന്നു, അതിനനുസരിച്ച് സിക്സിൻ്റെ എണ്ണം കൂടുന്നു പറയണം. അതേമാതിരി പ്രത്യാഘാതങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചൊരു പാഠം. അപ്പോൾ ഈ ഇനി വരാൻ പോകുന്ന ഒരുപാട് പ്രതിസന്ധികളൊക്കെ നിങ്ങൾ ഏകദേശം എല്ലാം മുൻ കണ്ടിട്ടുമുണ്ട്. അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടീമിനെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ലീഗലായിട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ചില ആളുകൾ ചോദിക്കുന്നു, ഇത് ചന്ദന മാഫിയ ആ രീതിയിലൊക്കെ, ഇത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത്. ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ 5 സെൻറ്റ് ഭൂമി, 40 പ്ലോട്ടുകൾ, ഇത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഞങ്ങളൊരു നടപടിക്രമമുണ്ട്, അടുത്തൊരു ഒരു പ്രോസസ്സിങ്. അതായത് ഈ 40 സാൻഡൽവുഡ് കർഷകർ, ഞാൻ പറഞ്ഞു ഇതൊരു കൃഷിയായിട്ട് ചെയ്യാൻ പറ്റില്ല. കൃഷിയിലൂടെ ടെക്നോളജി ഏഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ആക്കിയാലേ ഇത് സക്സസ് ആവുള്ളൂ. കാരണം ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് കൂടുതലാണ്. ഇപ്പോൾ 2 ഏക്കർ സ്ഥലം താങ്കൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, താങ്കൾക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. റീസൺ, താങ്കളുടെ കയ്യിൽ 2 കോടിയാണ് താങ്കൾക്ക് ആലോചിക്കാം. 2 ഏക്കർ സ്ഥലം വേണം, 2 കോടി കയ്യിലും വേണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഈ 40 പ്ലോട്ടിനെ അല്ലേ, 40 പ്ലോട്ട് 2 ഏക്കറിനെ, ഇതിലുള്ള ഈ സാൻഡൽവുഡ് ഓണേഴ്സിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അസോസിയേഷൻ, അതിൽ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു ട്രഷറർ, അതിൽ 7 അംഗ ഭരണസമിതി, ഇവരെ വെച്ചുകൊണ്ട് ഒരു അല്ലേ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തത് വെച്ചാൽ സാൻഡൽവുഡ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വയനാട്ടിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഭൂമി വിറ്റു, ആ ഭൂമിയിലൊക്കെ ഞങ്ങൾക്കും എനിക്കും എൻ്റെ ബ്രദറിനും ഒരു പ്ലോട്ടുണ്ട്. ഇതേപോലെ 38 പേര് വേറെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷി ചെയ്യണത്. അവിടെ മാഫിയൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച്. അതിൽ പ്രസിഡന്റ് വേറെ ആളാണ്, ഞങ്ങൾ ജസ്റ്റ് ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. ഇതേപോലെ 700 പ്രൊജക്റ്റുകൾ. അപ്പോൾ 700 പ്രൊജക്റ്റിൽ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഇത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ ഇത് വളർത്തി വലുതാക്കണതും അല്ലേ. അപ്പോൾ അതിൽ ആകെ സ്പെഷ്യൽ ബെനിഫിറ്റ് കമ്പനി റൺ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എക്സ്ട്രാ ബെനിഫിറ്റ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്നത് ഒരുമിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ 30 ഓഗസ്റ്റ് 30 മിക്ക പത്രം ന്യൂസ് വന്നിട്ടുണ്ട്, ഈ ഒരു ഭരണസമിതി ഏറ്റെടുത്തു. ആദ്യത്തെ, അതായത് ഇങ്ങനെ കൊടുത്തേക്കണ ക്യാപ്ഷൻ ഉണ്ടോ, ഞങ്ങളിപ്പോൾ ഇന്നാ കണ്ട പേപ്പറിൽ, ലോകത്തിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഫാമിംഗ് വയനാട്ടിൽ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഒരു കൂട്ടം കർഷകർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൃഷി തുടങ്ങുന്നു. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനുള്ള റൂട്ട് ഇതാ ഇങ്ങനെ 40 പേര് ഒരുമിച്ച് കൂട്ടും, ബാക്കി നിങ്ങളായി നിങ്ങളെ വാർഡായി. ഞങ്ങളുണ്ട് ഫ്രണ്ടിൽ, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, അവിടെ സെക്രട്ടറി ഉണ്ട്, അവിടെ ട്രഷറർ ഉണ്ട്. പ്രോപ്പർ ചാനലാണ്. ഇപ്പം നേരത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കിട്ടണം. ഓക്കെ, ഈ 5 കൊല്ലം കഴിഞ്ഞ് ഞാനില്ലെങ്കിലോ ചോദിച്ചൂടെ? ചോദിക്കാം അല്ലേ. ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ അല്ല കപ്പിത്താൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മക്കളത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ല, ഒരു ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ കൊട്ടാക്ക്, നോക്കിയ ഇതൊക്കെ അവിടെ പോയി അല്ലേ, അടുത്ത ജനറേഷനിൽ പോയിട്ടില്ല. അപ്പം ഞാനില്ലെങ്കിലും ഇതാര് നടത്തും? ഇവിടെ 40 അംഗ ഭരണസമിതി അല്ല, ഒരു 7 അംഗ ഭരണസമിതി ഉണ്ട്, മെമ്പർമാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും ഞങ്ങൾ വളരെ ലോങ് ടൈമായിട്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ മുന്നോട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അതുപോലെ ചന്ദന മാഫിയനെ പറ്റിയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അവരെന്തായാലും അറിഞ്ഞിരിക്കും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട്. അവരുടെ അടുത്ത് എന്തെങ്കിലും അപ്രോച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇന്റർഫറൻസ് വന്നിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും ഇതുവരെ ഇല്ല, പക്ഷെ സാധ്യതയുണ്ട്. അതിനാ പറഞ്ഞത്, എറിയട്ടെ, ബോളായിട്ടും വരട്ടെ. അപ്പൊ നേരിടാൻ സജ്ജമാണ്, നേരിടാൻ വേണ്ടി. അതാണ് 25 കൊല്ലം കൊണ്ട് ആർജിച്ച, പറഞ്ഞില്ലേ, ബിസിനസ് ഇവിടെ ഗാലറിയിൽ ഇരുന്ന്
കളി കാണുന്നവന് ചെയ്യാൻ പറ്റിയതല്ല. ഗ്രൗണ്ടിൽ ഇറങ്ങി അടിക്കാൻ പറ്റുള്ളത് ബിസിനസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിക്കാൻ വേണം, കൊടുക്കാൻ വേണം. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇത്രയും ഡേഞ്ചറുള്ള ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. ഡേഞ്ചറാണ്, അതോടൊപ്പം തന്നെ അത്രയും ലാഭം കിട്ടുന്ന ഒന്നാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് സാധാരണക്കാർ ഇവിടെ 100 പേരെടുത്താൽ 89% ആളുകൾ സ്ട്രഗ്ലിംഗാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. ബാക്കിയുള്ള 11% ആളുകളെ ഒന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 89% ആളുകൾ ജീവിച്ചു പോണത് അവരുടെ സമയവും അവരുടെ എനർജിയും കൊടുത്താൽ കിട്ടുന്ന പൈസ. അതുകൊണ്ട് എന്താ സക്സസ് ആവില്ലാന്നേ. സാധാരണക്കാർ, മിഡിൽ ക്ലാസ്, പിന്നെ ഒരു വിഭാഗമാണ് 10%. അവരാണ് ബിസിനസ്സുകാർ, നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ 10%. പിന്നെ 1% ആൾക്കാരുണ്ട്. ഇവരാണ് രാജാക്കന്മാരെന്ന് പറയും. യൂസഫ് അലിയെ പോലെ, രവി പിള്ളയെ പോലെ, അംബാനിമാരെ പോലെ. ഇവരെ ജോലി, ഇവരെ പറയാ മണി മാനേജേഴ്സ് എന്നാ പറയാം. അതല്ലെങ്കിൽ പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, മണി ഫോർ മണി എന്ന് പറയും. മറ്റേ 10% ആൾക്കാർ സ്കിൽ ഫോർ മണി, ബിസിനസ്സുകാർ. മറ്റവരെന്താണ് 89%. അവരുടെ പണവും അവരുടെ സമയം കൊടുത്താലേ പൈസ ഉള്ളൂ. ഇന്ന് പോയില്ലെങ്കിൽ ഇന്ന് പൈസ ഇല്ല. മറ്റോരോ സ്കിൽ ഫോർ മണി, മണി ഫോർ മണി. അവർ പോണ്ട, അവർക്ക് വേണ്ടി സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലേക്ക് എത്താൻ എല്ലാവർക്കും പറ്റില്ല. ഈ 89% ആളുകൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം അവർക്കും കൂടെ പറ്റിയിട്ടുള്ള അതിൽ നിന്നൊരു 28,000 പേരെയാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്. നിങ്ങൾക്കും ഒരു കോടീശ്വരനാവും, ഞങ്ങളെ കൂടെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ആവും. ഇറക്കേണ്ട പൈസ 10 ലക്ഷം രൂപ, കിട്ടണ പൈസ അല്ല, ഇങ്ങനെ പറയണത് 5 കോടി രൂപ വരെ. നമ്മൾ പറയാറില്ലേ, ആയിരങ്ങളുള്ളവൻ ധനവാൻ എന്ന് പറയാം, ലക്ഷമുള്ളവൻ ലക്ഷപ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്കും ആകാം കോടീശ്വരൻ. 10 ലക്ഷം കയ്യിലുണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 89% ആളുകളും സ്ട്രഗ്ലിംഗ് ആണ്. അതിൽ ഭൂരിഭാഗം പേരും ഈ കടം മേടിച്ചാൽ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റില്ല. ഭൂരിഭാഗം പേർക്ക് ലോൺ ഉണ്ടാവും. അവർ പ്രത്യേകത അതും കൂടെ അതിലുണ്ട്. 89% ആളുകൾ, 10% പേർക്ക് ലോണൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ കടം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കടമായിരിക്കുള്ളൂ. പക്ഷേ 89% പേരും പക്ഷെ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ശരിക്കും ജീവിതം 4 തരത്തിൽ കളിച്ച് തീർക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ 100 പേരെടുത്താൽ ഡിഫറെൻറ്റ് ടൈപ്പിലെ കളിക്കുക പറയുന്നത്, ജീവിതത്തിൽ ഗെയിമായിട്ട് എടുത്താൽ. അല്ല, ഒന്നാമത്തെ വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കേട്ടാലും അതിനെ റെഫ്യൂസ് ടു പ്ലേ എന്ന് പറയും. എനിക്കിപ്പോൾ ഉള്ളത് മതി. പേടിയായിരിക്കാം, ടെൻഷനായിരിക്കാം, ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, റിസ്ക്. എനിക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി. കൂടുതലായിട്ട് ഇനി ഒരു 5 സെൻറ്റ് ഭൂമി മേടിച്ച് അതിലൊന്നും വേണ്ട, അത് എനിക്ക് പറ്റില്ല. റിസ്ക് വേണ്ട, എനിക്കിപ്പോൾ ഈ പൈസ കൂടുതലൊരു ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് പേര്. അപ്പോൾ അവരാണ് ഈ റെഫ്യൂസ് ടു പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ പുരോഗമനങ്ങൾ വരാനില്ല, അധികം മിന്നിച്ചു പോകാന്ന് പറയും. വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞ ബേസിക് നീഡ്സ് ഇല്ലേ, അവിടെ നിന്ന് ഇവരൊരിക്കലും രക്ഷപ്പെടില്ല. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് പ്രിറ്റൻഡ് ടു പ്ലേ എന്ന് പറയും. അതായത് ഇവരുടെ ലൈഫ് മൊത്തം ഒരു അഭിനയമായിരിക്കും. അഭിനയം എന്ന് വെച്ചാൽ എപ്പോഴും തിരക്കവർക്ക്. പക്ഷേ എന്തെങ്കിലും പുതിയൊരു കാര്യം കേൾക്കാനോ പറയാനോ അതല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കവർക്ക്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വന്നാൽ അതിനെ എതിർക്കുക. ഇങ്ങനെ ലൈഫ് മൊത്തം അഭിനയിച്ച് ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇവരോ കയ്യിലൊന്നും ഉണ്ടാവില്ല അവർ. പക്ഷേ ജീവിതം മൊത്തം അഭിനയമാണ്. ഒരു പോസ്റ്റ് കാണിച്ച് ജീവിക്കാന്ന് പറയും, തൊണ്ടായിരിക്കും വരും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അടുത്തൊരു വിഭാഗം, മൂന്നാമത്തെ ഒരു വിഭാഗമാണ് പ്ലേ നോട്ട് ടു ഫെയിൽ എന്ന് പറയും. അതായത് ജീവിതം തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്നവർ. എനിക്കത് തോന്നുന്നു അതിൽ ഭൂരിഭാഗം ഒരു ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഒരു സാലറി ഉണ്ടാവും. ഇവരിതിൽ ആ ഒരു ചട്ടക്കൂടി നിന്നുകൊണ്ട് ആ കിട്ടുന്ന സാലറിയിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ. എന്നാൽ ജയിക്കുന്നുണ്ടോ? ഇല്ല. തോൽക്കുന്നുണ്ടോ? അതുമില്ല. ഗവൺമെൻറ് എംപ്ലോയീസ് ആർക്കെങ്കിലും വല്ല പ്രീമിയം കാർ വാങ്ങാൻ പറ്റുമോ? കാരണം അതിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല അവർക്ക്. എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. വലിയൊരു കാലഘട്ടം തന്നെ അവർ ചെലവാക്കി. യെസ്, ഒരു പോസ്റ്റ് ലൈഫ് സ്റ്റൈൽ അവർക്ക് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന ആൾക്കാർ. പിന്നൊരു വിഭാഗമുണ്ട് പ്ലേ ടു വിൻ എന്ന് പറയും, ജയിക്കാൻ വേണ്ടി കളിക്കും. ഇതിലാണ് ഭൂരിഭാഗം ബിസിനസ്സുകാർ വരുന്നത്. അതായത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജയിക്കാൻ വേണ്ടി കളിക്കണം. അപ്പോൾ ജയിക്കാൻ വേണ്ടി കളിക്കണം എന്നുണ്ടെങ്കിൽ
എന്ത് വേണം? റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്ലസ് എന്താ? ഇവിടെ റിസ്ക് എടുക്കണ്ട, ജയിക്കാൻ തയ്യാറാണ്. റിസ്ക് എടുക്കാൻ നമ്മളുണ്ട്. റിസ്ക് എടുക്കാൻ നമ്മളുണ്ടെന്നേ. നിങ്ങൾ ജയിക്കാൻ തയ്യാറാണ്, ഞങ്ങളിവിടെ പോര്, ഒരു 10 ലക്ഷം രൂപ കൊണ്ട് പോരുന്നേ, നമ്മൾ ജയിപ്പിച്ചുതരാം. അതല്ല കിട്ടുന്ന പൈസ മാസം ഒരു 10,000 മാറ്റി വെക്ക്, ഞങ്ങൾ EMI ആയിട്ട് തരാം. അപ്പം ഇങ്ങനെ 4 ടൈപ്പിൽ നമുക്ക് ജീവിക്കാം. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇതിലേത് വേണം? അഭിനയിച്ച് ജീവിക്കണം, റിഫ്യൂസ് ചെയ്ത് ജീവിക്കണം, എല്ലാത്തിനും നോ 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 പറഞ്ഞുകൊണ്ട് ജീവിക്കണം. അതല്ലെങ്കിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കണം.